സ്റ്റേജ് സെറ്റാണ്. അണിയറയിൽ ആളുകളും പാളയവും ശരിയാണ്. തയ്യാറെടുപ്പിന് താരങ്ങൾ കൊച്ചിയിലെത്തി. കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് വളരെ കൃത്യമായിട്ട് തന്നെ തയ്യാറെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം 24-ാം തീയതി തന്നെ സ്ക്വാഡിലുള്ള താരങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ക്വാമി പെപ്ര അടുത്ത സീസണിൽ ടീമിനോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് പുള്ളിയില്ല എന്നുള്ളത് ഒരു സങ്കടപ്പെടുത്തുന്ന വസ്തുതയാണ്. ബാക്കി എല്ലാവരും ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊന്നാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി പേഴ്സൺസ് കൂടുതൽ ആളുകളും ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നതിൽ നമുക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട്. വിദേശ താരങ്ങളായ നവാസ് സദയും അഡ്രിയാൻ ലൂണയും മിലോസ് ടെങ്കിച്ചും എല്ലാം ടീമിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്യും. കാറ്റാലിനോടൊപ്പം നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ കണ്ടീഷനിങ് ഡിപ്പാർട്ട്മെന്റ് വളരെ വീക്കായിരുന്നു എന്നാണ് ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ നിന്നും നമ്മൾ അനുഭവിച്ചിറങ്ങിയത്. ആ ഒരു അവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് റാഫ മോണ്ടിനെഗ്രോ എന്ന് പറയുന്ന താൻ റിക്രൂട്ട് ചെയ്യുന്ന ഒരാളെയും കൊണ്ടായിരിക്കും പുള്ളി വരുന്നത്. ബാക്കിയുള്ള കോച്ച് സ്റ്റാഫിന്റെ കാര്യം പറയാനാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള TG പുരുഷോത്തമൻ ടീമിനോടൊപ്പം തന്നെ തുടരും. അതുകൂടാതെ ഗോൾ കീപ്പിംഗ് പരിശീലനമായിട്ട് ഇവിടെ അത്യാവശ്യം സക്സസ്ഫുൾ റൈറ്റിംഗ് ഉള്ള സ്ലാവൻ ബ്രഗോവ്സ്കിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിനോടൊപ്പം ഉണ്ട്. അപ്പം സൂപ്പർ കപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണിയറയിൽ ഇരുന്ന് ചരട് വലിക്കുന്നവരിൽ പ്രധാനികൾ 4 പേരെയും തീരുമാനമായിട്ടുണ്ട്. റാഫ, കാറ്റാലൻ, TG പുരുഷോത്തമൻ, പിന്നെ സ്ലാവൻ ബ്രഗോവ്സ്കി. ഇത്രയും ആളുകളും സെറ്റാണ്. താരങ്ങളെല്ലാവരും വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം സൂപ്പർ കപ്പിന് ഏകദേശം 1 മാസം മുമ്പ് തന്നെ കൃത്യമായിട്ട് പരിശീലനം ആരംഭിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ പരിശീലനത്തിന്റെ എല്ലാം റിസൾട്ട് ഒരു നോക്കൌട്ട് ഫോർമാറ്റിലുള്ള ടൂർണമെന്റായ സൂപ്പർ കപ്പ് വിജയിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അത് നൽകുന്നത് വളരെ വലിയൊരു ആശ്വാസമായിരിക്കും. മുറിവിൽ മുളക് പുരട്ടി സാധാരണ ഓരോ മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുറിവിൽ മുളകുപൊടി പുരട്ടുന്നതിന് സമാനമാണ്. പക്ഷേ ഇനി സൂപ്പർ കപ്പ് വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിനേറ്റ മുറിവിനൊരു ലേപനമായി അത് മാറും എന്ന് വേണം വിശ്വസിക്കാൻ. അതൊക്കെ നടക്കട്ടെ.